ഹായ് എവ്രി വൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയുടെ ആദ്യത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ 8th പാർട്ടാണ് ഇറ്റലി യൂണിഫൈഡ്. ഓക്കെ, ഇറ്റലി യൂണിഫൈഡ് മാത്രമല്ല, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടനും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റലി യൂണിഫൈഡ് നമ്മുടെ ജർമ്മനിയുടെ പോലെ തന്നെ ഇറ്റലിക്കും എന്തുണ്ട്, ഒരു വലിയ ചരിത്രം പറയാനായിട്ടുണ്ട്. എന്താണ് ആ ചരിത്രം? നമ്മുടെ ഇറ്റലി 7 സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഡിവൈഡ് ചെയ്ത് കിടക്കുമായിരുന്നു. ഇറ്റലി 7 സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരുന്നു. ജർമ്മനിയെ പോലെ തന്നെ ഇവർക്കും ഒരു വലിയ ചരിത്രമുണ്ട്. പല ഭാഷകളും പല സ്റ്റേറ്റുകളും ഒക്കെ ആയിട്ട് ഇറ്റലിയും ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇറ്റലിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇറ്റലിയെ പല ആളുകളാണ് എന്ത് ചെയ്തത്, ഭരിച്ചിരുന്നത്. പല ഭാഗങ്ങളായിട്ട് ചിന്നിച്ചെതറി കിടന്നിരുന്നു. അതിൽ പല ആളുകൾ തന്നെയാണ് എന്ത് ചെയ്തത്, ഇറ്റലിയിൽ ഭരണമുണ്ടായിരുന്നത്. അതിൽ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന്. ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് 19th century ഇറ്റലി വാസ് ഡിവൈഡഡ് ഇൻ ടു 7 states. പേജ് നമ്പർ 20ലാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 20 എടുക്കുക. ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദ 19th century ഇറ്റലി വാസ് ഡിവൈഡഡ് ഇൻ ടു 7 states, ഓഫ് വിച്ച് ഓൺലി വൺ, സെർഡിന പീഡ്മോണ്ട്, വാസ് റൂൾഡ് ബൈ എൻ ഇറ്റാലിയൻ പ്രിൻസ്ലി ഹൗസ്. ഇതിനകത്ത് നമ്മുടെ ഇറ്റലിയുടെ കേസിൽ എന്താണ്, ഈ സെർഡിന പീഡ്മോണ്ടിൽ മാത്രമാണ് എന്തുണ്ടായിരുന്നത്, ഒരു രാജകുടുംബം ഭരിച്ചിരുന്നത്. ഫസ്റ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കുക. 7 സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇതിൽ സെർഡിന പീഡ്മോണ്ടിൽ മാത്രമാണ് ഒരു ഇറ്റാലിയൻ രാജകുടുംബം ഭരിച്ചിരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കുമ്പോൾ അടുത്തത് എന്താണ്, ദ സെൻറ്റർ വാസ്, അതിൻ്റെ മധ്യഭാഗം റൂൾ ചെയ്തിരുന്നത് ആരായിരുന്നു? ദ സെൻറ്റർ വാസ് റൂൾഡ് ബൈ ദ പോപ്പ് ആൻഡ് ദ സൗത്തേൺ റീജിയൻ വേർ അണ്ടർ ദി ഡൊമിനേഷൻ ഓഫ് ദി ബർബോൺ കിങ് ഓഫ് സ്പെയിൻ. ക്ലിയർ ആണല്ലോ? മധ്യഭാഗം പോപ്പ് ഭരിച്ചു, തെക്ക് ബർബൺ വംശത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഭാഷ പോലും എന്തായിരുന്നില്ല, ഒരുപോലെ ആയിരുന്നില്ല. ഇവർക്ക് കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല. പ്രാദേശികമായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇറ്റലിക്ക് എന്ത് വേണം, യൂണിഫിക്കേഷൻ. അതുപോലെ ബാക്കിയുള്ള രാജ്യങ്ങളിലുമൊക്കെ എന്ത് വരുന്നുണ്ട്, നാഷണൽ സ്റ്റേറ്റ് വരുന്നുണ്ട്, യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെയും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് സമയത്ത് നമുക്കറിയാം ഇറ്റലിക്ക് വേണ്ടി നിന്നിട്ടുള്ള ആൾക്കാരാരാണ്. ഇറ്റാലിയൻ രാജ്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തി തന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആരായിരുന്നു അത്? ഗുസിപ്പി മസീനിയാണ്. ഡ്യൂറിങ് ദ 1830s ഗുസിപ്പി മസീനിയ sought to put together a coherent program for a unitary Italian republic. ഒരു ഇറ്റാലിയൻ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഏകീകരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തി ആരായിരുന്നു? ഗുസിപ്പി മസീനി ആയിരുന്നു. പിന്നീട് അതിലേക്ക് ആരും കൂടെ വരികയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് സെർഡിന പീഡ്മോണ്ട് ആരുടെ കീഴിലായിരുന്നു? കിങ് വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡിൻ്റെ കീഴിലായിരുന്നു. യൂണിഫൈഡ് ദി ഇറ്റലി ത്രൂ ദി വാർ. അവിടെ അഡ്ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇനി നമ്മൾ ഈ പറയുന്ന യൂണിറ്റിക്ക് വേണ്ടിയിട്ട് യൂണിഫൈഡ് ഇറ്റലി ഓഫേർഡ് ദം എ പോസിബിലിറ്റി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ്. പൊളിറ്റിക്കൽ ഡൊമിനൻസിനൊക്കെ ആയിട്ട്, അതായത് സെർഡിന പീഡ്മോണ്ട് എന്ന് പറയുന്നത് ഇതിനോട് ഈക്വലായിട്ട് നമുക്ക് പറയാം ഒരു പൊളിറ്റിക്കൽ ഡൊമിനൻസ് പ്ലസ് ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ആര്? കാവർ. ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാവർ എന്ത് ചെയ്യാണ്, തന്ത്രപ്രധാനമായിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്തു, ഫ്രാൻസിൻ്റെ സഹായത്തോടെ. കാരണം ഈ പറയുന്ന മിനിസ്റ്റർ കാവറിന് ഇറ്റാലിയൻ ഭാഷ അത്ര നന്നായിട്ട് അറിയത്തില്ല. പുള്ളിക്ക് നന്നായിട്ട് അറിയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടൊക്കെ പുള്ളി ഫ്രഞ്ചാണ് സംസാരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ചീഫ് മിനിസ്റ്റർ കാവർ തന്ത്രപരമായിട്ടും പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ സഹായത്തോടെ ഓസ്ട്രിയൻ സൈന്യത്തെ എന്ത് ചെയ്തു, തോൽപ്പിച്ചു. ക്ലിയർ, ഓസ്ട്രിയൻ സൈന്യത്തെ തോൽപ്പിച്ചു എന്ന് 1859. പിന്നീട് എന്ത് ചെയ്തു, അത് നമ്മുടെ കിങ്ഡം ഓഫ് ടു. അതിനുശേഷം എന്ത് ചെയ്തു, 1860 ഗാരിബാൾഡി എന്ത് ചെയ്തു, തെക്കൻ ഇറ്റലിയിൽ പ്രവേശിക്കുകയാണ്. 1860 മാർച്ച് ചെയ്ത് പോയിട്ട് 2 സിസൈൽസ്, കിങ്ഡം ഓഫ് 2 സിസൈൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. ഗുസിപ്പി ഗാരിബാൾഡി 1860 എന്ത് ചെയ്യുന്നു, ഇത്
പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം കുറേ ആളുകൾ സമേത ഇറ്റലിയുടെ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. അവരെയൊക്കെ നയിച്ചിരുന്നത് ആരായിരുന്നു? ഗുസിപ്പി ഗാരിബാൾഡി ആയിരുന്നു. ക്ലിയർ ആണല്ലോ. ഹവർ മച്ച് ഓഫ് ദി ഇറ്റാലിയൻ പോപ്പുലേഷൻ എമോങ് ഹും റേറ്റ്സ് ഓഫ് ലിറ്ററസി വെർ വെരി ഹൈ. അവിടെ ലിറ്ററസി ഭയങ്കര കൂടുതലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ 1861 നമ്മൾ പറയുകയാണ് കേവറിൻ്റെ സഹായത്തോടെയും ഗാരിബാൾഡിയുടെ സഹായത്തോടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പലതായിട്ട് കിടന്ന സ്റ്റേറ്റുകളൊക്കെ സ്ഥലങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കീഴടക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇറ്റലിയുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. 1860 ശേഷം 1861 വിക്ടർ ഇമ്മാനുവേൽ സെക്കൻഡ് ഇറ്റലിയുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ 1861 വിക്ടർ ഇമ്മാനുവേൽ സെക്കൻഡ് വാസ് പ്രൊക്ലൈംഡ് കിങ് ഓഫ് യുണൈറ്റഡ് ഇറ്റലി. ഹൗവർ മച്ച് ഓഫ് ദി ഇറ്റാലിയൻ പോപ്പുലേഷൻ, അതുവരെ ഇറ്റാലിയൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പകുതിയും എന്തായിരുന്നു? ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായിരുന്നു. അതിൽ പറയുന്നത് ഗ്രാമീണ ജനങ്ങൾ, പ്രത്യേകിച്ച് തെക്കൻ മേഖലയിലുള്ള ആളുകൾക്ക് ഇറ്റാലിയ എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ചിലർ ലാ ടാലിയ എന്ന് കേട്ടപ്പോൾ അത് രാജാവിൻ്റെ ഭാര്യ എന്നാണ് വിചാരിച്ചിരുന്നത്. ലാ ടാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ലിറ്ററലി ലാ ടാലിയ എന്ന ഒരു പേര് പോലും അവർ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഇറ്റലിയുടെ ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ. എന്താണ് ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ പറയുമ്പോൾ? 7 സ്റ്റേറ്റ് ആയിട്ട് അത് കിടക്കുമായിരുന്നു. അതിൽ പല സ്ഥലങ്ങൾ പലരുടെയും കീഴിലായിരുന്നു. നോർത്ത് ഓസ്ട്രിയൻ ഹാംസ്ബർഗ്, സെൻട്രൽ പോപ്പ്, സൗത്ത് ബർബോൺ കിങ് ആയിരുന്നു. പിന്നെ എവിടെയാണ്? സർഡീന പീഡ്മൗണ്ടിൽ മാത്രമാണ് ഒരു കിങ് ഭരിച്ചിരുന്നത്, ഇറ്റാലിയൻ കിങ് ഭരിച്ചിരുന്നത്. ഇറ്റാലിയൻ കിങ്ങിൻ്റെ അവിടുത്തെ ചീഫ് മിനിസ്റ്ററിൻ്റെ സഹായത്തോടെ അവർ പല സ്ഥലങ്ങളും ഇവരുടെ കീഴിലേക്ക് കൊണ്ടുവരാൻ സ്വതന്ത്രമാകുന്നുണ്ട്. പിന്നെ 1830 ഗുസിപ്പി മസീനി ട്രൈ ടു ഫ്രം ഇറ്റാലിയൻ റിപ്പബ്ലിക് ഫൗണ്ട് യങ് ഇറ്റലി. യങ് ഇറ്റലി എന്ന് പറയുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി സ്ഥാപിച്ചത് ഗുസിപ്പി മസീനിയാണ്. ദെൻ ലീഡർഷിപ്പ് സർഡീന പീഡ്മൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആൾ അവരുടെ സഹായത്തോടുകൂടി ചീഫ് മിനിസ്റ്റർ ഗാവർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രാൻസിൻ്റെ സഹായത്തോടെ എന്ത് കീഴടക്കുന്നു? ഡിഫീറ്റിംഗ് ദ ഓസ്ട്രിയൻ ഫോഴ്സിനെ അവർ കീഴടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഭാഗങ്ങളും ഇവരോട് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ 1861 വിക്ടർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന രാജാവ് ഇറ്റലിയുടെ രാജാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ക്ലിയർ ആണല്ലോ. ഇതിനോട് ആദ്യമായിട്ട് ചേർന്നത് സാർഡീനിയ പീഡ്മൗണ്ടാണ്. ഏറ്റവും അവസാനം ചേർന്നത് റോമാണ് 1870. ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ഇറ്റലിയോട് കൂടെ ചേർന്നത് 1860 ആയിരുന്നു. ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ നോക്കാൻ പോകുന്നത് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ്റെ കേസ് ഒരു സ്ട്രേഞ്ച് കേസാണ്. നമുക്കറിയാം ബ്രിട്ടൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്താണ്? റെവല്യൂഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടിൽ മറ്റെവിടെയൊക്കെ എന്തുണ്ടായി? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. നമ്മളിത് പറയുന്നതിന് മുൻപ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. എന്തുകൊണ്ടാണ് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വേണം. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ ഇത് സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടനിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ബ്രിട്ടൻ ആദ്യം ഒരു നേഷൻ ആയിരുന്നില്ല. ഒരു നേഷൻ സ്റ്റേറ്റ് ഫോർമേഷൻ ഒന്നും ബ്രിട്ടൻ ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആണല്ലോ. ദെൻ ഇനി നമ്മൾ പറയുകയാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ആഫ്റ്റർ എഫക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടനിൽ കുറേ പണം വരും അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് ഈ ഭാഗങ്ങളിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറയുകയാണ് ആ സ്ഥലത്ത് വരുമ്പോൾ അവിടെ 2 വിഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഒരു ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ഒരു ക്രിസ്ത്യൻ ഡിഫറൻസസ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൾച്ചറിലും എന്താ പറയുക അവരുടെ സ്വഭാവങ്ങളിലും ഒക്കെ വ്യത്യാസമായിട്ട് 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ബ്രിട്ടീഷിൽ എന്തൊക്കെയായിരുന്നത്? കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റന്റ്. ഇങ്ങനെ നമ്മുടെ ഈ വ്യാവസായിക വിപ്ലവം വരുന്നു, പണം വരുന്നു, അതൊക്കെ വരുമ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ കയ്യിലായിരുന്നു എന്ത്? പണം കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ബ്രിട്ടൻ്റെ കയ്യിൽ പണം കൂടുതലായിട്ട് വരുമ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ കയ്യിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? അവരവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആധിപത്യം അല്ല, മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുന്ന ഒരു ശ്രമത്തിലേക്ക് വരുന്നു. അതൊക്കെയാണ് ഈ പറയുന്ന ഒരു എന്താ പറയുക ഒരു നേഷൻ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിലേക്കൊക്കെ വരുന്നത്. ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബ്രിട്ടനിൽ 2 ക്രിസ്ത്യൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. കാത്തലിക് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഇതിൽ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ആര് സപ്പോർട്ട് ചെയ്തു? ബ്രിട്ടൻ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇവർക്കൊരു ആധിപത്യം വരുമ്പോൾ മറ്റുള്ളവർ ഇവർ പതിയെ അടിച്ച് താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നതാണ്
ഇതിലേക്ക് വരുന്നത്, ഈ കേസിൽ ഇതിലേക്ക് വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഈ ബ്രിട്ടൻ്റെ നേഷൻ സ്റ്റേറ്റ് രൂപീകരണം പെട്ടെന്ന് നടന്നൊരു പരിപാടിയല്ല, ഒരു നീണ്ട പ്രക്രിയയിലൂടെയാണ് നടന്നത്. 1707 ആക്ട് ഓഫ് യൂണിയൻ മുഖേന ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഒരു യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആയിട്ട് ചേർന്നു. ക്ലിയർ ആണല്ലോ. 18th സെഞ്ച്വറിയിലൊന്നും ഈ പറയുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ദ പ്രൈമറി ഐഡന്റിറ്റീസ് ഓഫ് ദ പീപ്പിൾ ഹു ഇൻഹാബിറ്റഡ് ദ ബ്രിട്ടീഷ് ഐസൽസ് വർ എത്നിക് വൺ സച്ച് ആസ് ഇംഗ്ലീഷ്, വെൽഷ്, സ്കോട്ട് ഓർ ഐറിഷ്. അങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകളായിട്ടാണ് അവരുടെ കൾച്ചറിൽ, പൊളിറ്റിക്കൽ, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ബട്ട് ദ ഇംഗ്ലീഷ് നേഷൻ സ്റ്റെഡിലി ഗ്രൂ ഇൻ വെൽത്ത്. ഞാൻ പറഞ്ഞല്ലോ, പണം, അതായത് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ ശേഷം പണം കൂടുതലായിട്ട് വരുന്നു. പണം എന്ന് പറയുന്നത് ഒരു പവറാണ്. ആ പവർ കയ്യിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ. അത് വെച്ച് മറ്റുള്ളവരെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അടിച്ചമർത്താനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ പണം കൂടുതൽ വന്നത് ആരുടെ കയ്യിലാണ്? പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ കയ്യിലാണ്. പ്രൊട്ടസ്റ്റൻ്റ് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ ഒന്ന് കാൽക്കീഴിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്നു. ഇതൊക്കെയാണ് കഥകൾ. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ്, സ്കോട്ടിഷ് സംസ്കാരവും ഭാഷയും ഇംഗ്ലീഷ് സംസ്കാരത്തിൽ ലയിപ്പിച്ചു. ഈ കേസിൽ നമ്മൾ ഓരോ പോയിന്റുകൾ പറയുകയാണെങ്കിൽ, 2, അയർലൻഡിലും ഇംഗ്ലീഷ് ആധിപത്യം എന്ത് ചെയ്യുന്നു, സ്ഥാപിക്കുന്നു. പ്രത്യേകിച്ച് കത്തോലിക്കരുടെ വിപ്ലവങ്ങളെ അടിച്ചമർത്തുന്നു. അപ്പോൾ ആരടിച്ചമർത്തിയിട്ടുണ്ടാവും? പ്രൊട്ടസ്റ്റന്റുകാരാണ്. പുതിയ ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നു, അവരുടെ പുതിയ പതാകയും കാര്യങ്ങളും ഒക്കെ അവരെന്ത് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കേസായിട്ട് പറയുന്നത്. ദ ഇംഗ്ലീഷ് പാർലമെൻറ്റ് വിച്ച് ഹാഡ് സീസ്ഡ് പവർ, പേജ് നമ്പർ 22 ദ ഇംഗ്ലീഷ് പാർലമെൻറ്റ് വിച്ച് ഹാഡ് സീസ്ഡ് പവർ ഫ്രം ദി monarchy in 1688 at the end of a protracted conflict was the instrument through which a nation state, okay, with England as its center, came to be formed. The Act of Union in 1707 between England and Scotland that resulted in the formation of United Kingdom of the Great Britain. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Then went in effect that England was able to impose its influence on Scotland. ബ്രിട്ടീഷ് അവരുടെ ഇൻഫ്ലുവൻസ് സ്കോട്ട്ലാൻഡിലേക്ക് നടത്താൻ നോക്കി. The British Parliament was henceforth dominated by its English members. അവർ ഇംഗ്ലീഷ് മെമ്പേഴ്സിന് പ്രാധാന്യം കൊടുത്തു. The growth of British identity meant by the Scottish distinctive culture and political institutions were systematically suppressed. നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നോക്കി. ആരെ? അവരുടെ. The Catholic clans that inhabited the Scottish Highlands suffered terrible repression. ഭയങ്കരമായിട്ട് അടിച്ചമർത്തി. പ്രത്യേകിച്ച് കാത്തലിക് ആയിട്ടുള്ള ആളുകളെ സ്കോട്ട്ലൻഡിനെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്നു. Wherever they attempt to assert their independence, the Scottish Highlands were forbidden to speak their Gaelic language or wear their national dress. The large number were forcibly driven out of their homeland. അതായത് ഒന്നുമില്ല, ഈ സ്കോട്ട്ലൻഡുകാർക്ക് അവരുടെ ലാംഗ്വേജ്, അവരുടെ പുരാതനമായിട്ടുള്ള അവരുടെ ഒരു ഭാഷയുണ്ട്, ഗാലിക് ലാംഗ്വേജ്, അത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അവരുടെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നാഷണൽ ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതായി. അത് മാത്രമല്ല, കുറേ പേര് അവരുടെ ഹോംലാൻഡിൽ നിന്ന് തന്നെ പുറത്താക്കി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു അടിച്ചമർത്തലുകളെ എന്ത് ചെയ്യണം, എങ്ങനെയും മാറ്റണം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്യണം എന്നുള്ള ചിന്ത അവരിലേക്ക് വരുന്നത്. നെക്സ്റ്റ്, അയർലൻഡിൻ്റെ കേസും എന്തായിരുന്നില്ല, ഒട്ടും വ്യത്യാസമായിരുന്നില്ല. അയർലൻഡിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. അയർലൻഡിലും ആരെ അടിച്ചമർത്തി? പ്രൊട്ടസ്റ്റന്റ് കാത്തലിക്കിനെ അടിച്ചമർത്തി. പ്രൊട്ടസ്റ്റന്റിന് ആരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു? ഇംഗ്ലീഷിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ദ ഇംഗ്ലീഷ് ഹെൽപ്ഡ് ദ പ്രൊട്ടസ്റ്റൻസ് ഓഫ് അയർലൻഡ് ടു എസ്റ്റാബ്ലിഷ് ദെയർ ഡൊമിനൻസ് ഓവർ എ ലാർജ്ലി കാത്തലിക് കൺട്രി. കാത്തലിക് റിവോൾട്ട്സ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഡൊമിനൻസ് വെർ സപ്രസ്ഡ്. അവിടെയും കത്തോലിക്കരുടെ എന്ത് ചെയ്തു? കാത്തലിക്സിൻ്റെ റിവോൾട്ടുകളെ അവർ അടിച്ചമർത്തി, അല്ലെങ്കിൽ എന്താ പറയുക, പ്രതിഷേധങ്ങളെ അവർ അടിച്ചമർത്തി. ആഫ്റ്റർ ഫെയിൽഡ് റിവോൾട്ട്, ഒരു ഫെയിൽഡ് റിവോൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും തിയോബോൾഡ് വോൾഫ്ടോൺ എന്ന് പറയുന്ന ഒരു ഐറിഷ് റെവല്യൂഷണറി ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഐറിഷ്, ആദ്യം 1963 to 1798 ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വരുന്നത്. ഓക്കെ, ഈ തിയോബാൾട്ട് എന്ത് ചെയ്തു? ഒരു യുദ്ധം സംഘടിപ്പിച്ചു. അതിനെ എന്ത് ചെയ്തു? അവർ അടിച്ചമർത്തുകയുണ്ടായി. എങ്കിലും അയർലൻഡ് വാസ് ഇൻകോർപ്പറേറ്റ് ടു യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡവുമായിട്ട് ഇവർ ഇൻകോർപ്പറേറ്റ് ആയിരുന്നു. എ ന്യൂ ബ്രിട്ടൻ നേഷൻ വാസ് ഫോർഡ് ത്രൂ എ പ്രൊപ്പഗേഷൻ ഓഫ് എ ഡൊമിനൻ്റ് ഇംഗ്ലീഷ് കൾച്ചർ. ദി സിമ്പിൾ ഓഫ് എ ന്യൂ ബ്രിട്ടൻ, ദ ബ്രിട്ടീഷ് ഫ്ലാഗ്. അതായത് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു കൾച്ചർ വന്നു കഴിഞ്ഞപ്പോൾ അവർ അവരുടേതായ
അവരുടെ ലാംഗ്വേജിന് അവർ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തു. അവർ സ്വന്തമായിട്ടൊരു പതാക, ദേശീയ ഗാനം സൃഷ്ടിക്കുകയാണ്. യൂണിയൻ ജാക്ക് എന്ന ബ്രിട്ടീഷ് പതാക അവരുണ്ടാക്കി. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രിയോറിറ്റി കൊടുക്കുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവരുടെ അടിച്ചമർത്തലുകളൊക്കെ സഹിക്കാൻ പറ്റാണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ അയർലൻഡ് നിരന്തരമായിട്ട് യുദ്ധം ചെയ്യും. അതിൽ നിന്ന് എന്ത് ചെയ്തു? അവർ മാറിപ്പോരുകയും ഉണ്ടായിട്ടുണ്ട്. അയർലൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ നേഷൻ ഉണ്ടാക്കി. അതായത് അയർലൻഡ് ഫ്രീ ഫ്രം ബ്രിട്ടീഷ് റൂൾ. അയർലൻഡ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് റൂളിൽ നിന്ന് മാറി. അതിൻ്റെ പിന്നീട് ചീഫ് മിനിസ്റ്റർ ഒക്കെ ഒരു തിയോബാൾഡ് വോൾഫ് ടോൺ ആണ്. ഓക്കെ ആണല്ലോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് വി ആക്റ്റീവ്ലി പ്രൊമോട്ടഡ് ആൻഡ് ദി ഓൾഡ് നേഷൻ സർവൈവ്ഡ് ഓൺലി ദി സബോർഡിനേറ്റ് പാർട്ട്നേഴ്സ് ഇൻ ദിസ് യൂണിയൻ. അതായത് ആദ്യം ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടൻ നേഷൻ എന്ന് പറയുന്നൊരു ഉണ്ടായിരുന്നില്ല. ബ്രിട്ടൻ നേഷൻ സ്റ്റേറ്റ് രൂപീകരണം ഒരുപാട് വർഷങ്ങൾ നീണ്ടിട്ടാണ്. 1707 ആക്ട് ഓഫ് യൂണിയൻ മുഖേനയാണ് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഒരുമിക്കുന്നത്. എന്നിട്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? സ്കോട്ട്ലൻഡുകാരെ അവർ അടിച്ചമർത്താനായിട്ട് അവരുടെ സംസ്കാരത്തെക്കാളും മികച്ചതാണ് മറ്റവരുടെ എന്ന് പറയാനൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അയർലൻഡിലും ഇംഗ്ലീഷിൻ്റെ ആധിപത്യം വന്നു. പ്രത്യേകിച്ച് എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റന്റ് കാത്തലിക്സിൻ്റെ മേളിൽ. അങ്ങനെ ബ്രിട്ടീഷിൻ്റെ ഇതിൽ നിന്ന് പിന്നീട് അയർലൻഡ് മോചിതരാകുന്നു, അല്ലെങ്കിൽ ഫ്രീ ആകുന്നുണ്ട്. പുതിയ ബ്രിട്ടനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ ബ്രിട്ടൻ്റെ പരിഷ്കാരങ്ങളായിട്ട് അവരുടെ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന ഒരു പതാക, നാഷണൽ ആന്തം, ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ഒക്കെ അവരുടെ സിംബൽസ് ആയിരുന്നു. റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓൾഡർ കൾച്ചേഴ്സ് റാവ്ഡ് ഓൺലി ആസ് എ സബോർഡിനേറ്റ് ഐഡൻറ്റിറ്റീസ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത് വിഷ്വലൈസിങ് ദ നേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.